ഫഹദ് ഫാസിൽ ഇതിൽ സൈക്കോ ടൈപ്പ് ഒരു ആക്ടിംഗ് ആണ് അതിൽ. പടം പൊളിയാണ്, എല്ലാവരും പടം പോയി കാണാം. എക്സ്പീരിയൻസ് റോമാഞ്ചത്തിനേക്കാളും ഒന്നും കൂടി ഒരു പഠിക്ക് മുകളിൽ നമുക്ക് ആവേശം പറയാം. ഫഹദ് ഫാസിൽ നമ്മൾ ഇതുവരെ കാണാത്തൊരു രീതിയിലാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. ഫഹദ് ഫാസിൽ അറിഞ്ഞ് തന്നെ അർമാദിച്ചിട്ടുണ്ട്. അതെ, ഇപ്പോഴും അതിന്റെ ആവേശം തരില്ല എല്ലാവർക്കും. ഭയങ്കര ചിയറിംഗ് ഒക്കെയാണ് ഇപ്പോഴും. അതൊന്നും അറിഞ്ഞൂടാ, പക്ഷേ നല്ല പടമാണ്. ഓ ഗംഭീരായിരുന്നു. ഇതുവരെ കാണാത്തൊരു ഫഹദിനെ കണ്ടു. ഫ്രാങ്കായി പറയാടാ, സെൻസർഷിപ്പില്ല, തുറന്ന് പറയാനറിയ എന്റെ ജീവിതം മുമ്പയും കഞ്ഞിയുമായി എവിടെ പോയാലും ആകെ അപമാനമായി. പടം പൊളിയാണ്, എല്ലാവരും പടം പോയി കാണാം. പടം എക്സ്പീരിയൻസ് പോയി കാണണം, വേറെ ഉള്ളത്. ട്രാക്ക് ഉണ്ട് ഞങ്ങളുടെ. എല്ലാവരും പടം പോയി കാണും. അടിപൊളിയായിരുന്നു എല്ലാം. പിന്നെ നമ്മുടെ ക്രൂ ഒക്കെ ആയിരുന്നല്ലോ. ഇനിയിപ്പോൾ എന്തായാലും വേറെ തിയേറ്ററിലൊക്കെ ഒന്ന് പോയി നോക്കാം. എല്ലാവരും പടം കാണാൻ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. കോമഡി രീതിയിൽ അതിൻ്റെ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും തിയേറ്ററിലൊന്നും തന്നെ കാണണം. കാരണം റോമാഞ്ചത്തിനേക്കാളും ഒന്നും കൂടി ഒരു പഠിക്ക് മുകളിൽ നമുക്ക് ആവേശം പറയാം. കാരണം ഇപ്പോൾ എടുത്തു പറഞ്ഞ മറ്റേ ഫഹദ് ഫാസിലിൻ്റെ ഒരു ക്യാരക്ടറാണ്. ഇപ്പോൾ ജിത്തുവിൻ്റെ രണ്ടാമത്തെ ഫിലിം കൂടി ഹിറ്റായി. നല്ല അടിപൊളി പടം. അത് ആ പെർഫോമൻസ് ഫഹദ് കിടന്ന് കളിക്കുന്ന ഒരു പെർഫോമൻസ് ഉണ്ട്. അത് പടം തുടങ്ങി സെക്കൻഡ് ഹാഫ് വരെയുള്ള ഒരു കുറച്ച് സമയം കൊണ്ടുള്ള കുറച്ച് കളിയുണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ. കാരണം മസ്റ്റായിട്ട് തിയേറ്റർ വാച്ചബിളാണ്. നല്ല ഫിലിമാണ്. രോമാഞ്ചത്തിന് ശേഷം നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള മലയാളത്തിന് കിട്ടിയ നല്ലൊരു അടിപൊളി ഫഹദിൻ്റെ ഫിലിമാണ്. അതിൽ അഭിനയിച്ച ബാക്കിയുള്ള എല്ലാ 3 പയ്യന്മാരാണെങ്കിൽ പോലും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല ക്യാരക്ടറാണ്. അവരെ അടിപൊളി പടം എന്ന് പറയാനില്ല. Fahad's acting was amazing. Yes. Amazing. Everyone was amazing, but Fahad was exceptional. I loved it. It was my first time experience for the first show like that, but it was good. Yeah. Thank you. എല്ലാവരുടെയും ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടുള്ള വ്യത്യസ്തമാണോ? ഫഹദ് ഫാസിൽ നമ്മൾ ഇതുവരെ കാണാത്തൊരു രീതിയിലാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. ഫഹദ് ഫാസിൽ അറിഞ്ഞ് തന്നെ അർമാദിച്ചിട്ടുണ്ട്. അതായത് രോമാഞ്ചത്തിൻ്റെ ഒരു അച്ഛനടക്കം വരും. കളർഫുൾ ഐറ്റം. സുഷീൻ്റെ ബീജം ഒരു രക്ഷയില്ല. എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നത് തിയേറ്ററിൽ ഒന്ന് കാണണമെന്ന് പറയുകയാണെന്ന് വെച്ചാൽ ഫഹദ് ഫാസിൽ ഇതിൽ സൈക്കോ ടൈപ്പ് ഒരു ആക്ടിംഗ് ആണ് അതിൽ. ഇങ്ങനെയൊക്കെ സെറ്റായി കളർഫുള്ളാണ്. അതുപോലെ തന്നെ ഇൻട്രോയിലൊരു സ്റ്റാൻഡ് സീക്വൻസ് ഒക്കെ ഉണ്ട്. ഞെട്ടിപ്പിക്കുന്ന ഒരു ഐറ്റമാണ്. പിള്ളേർ സിറ്റി പടം ഇട്ടെടുക്കും, നോ ഡൗട്ട്. വിഷുവിന് മറ്റുള്ള പടങ്ങൾ കണ്ടിട്ടില്ല, പക്ഷേ ആവേശം തന്നെയാണ്. ടോട്ടലി കൊള്ളാം. അങ്ങനെ വേണം പറയാം. അത് ഫഹദ് ഫാസിലിൻ്റെ പെർഫോമൻസ് ഉണ്ടല്ലോ, പടത്തിൽ എടുത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ എടുത്ത് പറയുകയാണെങ്കിൽ ഇതിലെ മ്യൂസിക് ചെയ്തത് കുജി സാമിൻ്റെ മ്യൂസിക് അതും കിട്ടില്ല തന്നെ. ഫൈറ്റൊക്കെ വരുമ്പോൾ പുള്ളിയുടെ ഒരു BGM-ഉം ആ മ്യൂസിക്കൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു രോമാഞ്ചം തിയേറ്ററിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗ് പോലെ എനിക്ക് തോന്നി. പക്ഷേ ക്ലൈമാക്സ് കൊണ്ടുവന്നപ്പോൾ അതൊക്കെ മലർത്തിയടിക്കുന്ന രീതിയിൽ മറ്റേ ഫഹദ് ഫാസിലിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും കൊണ്ട് എന്തുകൊണ്ടും മലർത്തിയടിച്ചിട്ടുണ്ട്. പിന്നെ വിഷു ഈ ആവേശം കൊണ്ടുവന്ന് ഞാൻ പറയും. കാരണം ഞാൻ വേറെ പടങ്ങൾ കണ്ടിട്ടുള്ള, അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഒരു മാസ് കോമഡി എൻ്റർടൈനർ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് പടം ആവേശമാണ്. അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് വേറൊരു മൂഡ്, ഇത് വേറൊരു മൂഡാണ്. ഇത് കുറച്ചും കൂടി ഒരു ഫെസ്റ്റീവ് കൈൻഡ് ഓഫ് ഇലുമിനാറ്റി ആണെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് ഡാൻസ് കളിക്കാൻ തോന്നുന്ന പോലത്തെ ഒരു മ്യൂസിക്കാണ്. പക്ഷേ രോമാഞ്ചത്തിൻ്റെ കുറച്ചും കൂടി അതൊരു ഹൊറർ മൂവി, ഇത് ഒരു ത്രില്ലർ മൂവിയാണല്ലോ. അപ്പം അതിൻ്റെ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. മ്യൂസിക്കിനാണെങ്കിലും എനിക്ക് അങ്ങനെ വ്യത്യാസം തോന്നില്ല. കേരളം ആവേശത്തിലാണെങ്കിലേ പിന്നെ അലക്കും ഈ വർഷം ആവേശം തൂക്കിയോ? ആവേശം നോക്കി ഉറപ്പായിട്ടും സൂപ്പറാണ്. നന്നായിട്ട്